പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ,
കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും കുറേ വചനങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ മുൻകൂട്ടി അറിയാമെന്ന് നമ്മൾ ഒരു വചനം വായിക്കുകയും ചെയ്തായിരുന്നു അല്ലേ? എന്ത് ചെയ്യണമെന്ന് യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ 6:6 വായിച്ചിട്ട് പറഞ്ഞത്, ഈ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ് നടക്കുമെന്ന് തോന്നിയില്ല, ഈ വിജനപ്രദേശമാണ് സദ്യയാകാൻ പോണത്, ജനങ്ങളെ പറഞ്ഞു വിടുകയായിരിക്കും നല്ലത്, ഇത്രയും ആൾക്കാർക്ക് എവിടെ ഭക്ഷണം കിട്ടാനൊക്കെ ചോദിക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചപ്പോൾ ഈശോ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളതിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളെവിടെ കൊടുക്കാനാ? ഇവരങ്ങോട്ട് വേണ്ടി ചോദിക്കുന്നുണ്ട്, നമ്മളെവിടെ കൊടുക്കാനാ? എന്തുമാത്രം പൈസ കൊണ്ട് വേണ്ടി വരും എന്നൊക്കെ ഇവരങ്ങ് വെറുതെ ചുമ്മാ മാനസികമായിട്ട് കുറേ ആലോചന നടത്തുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഈ മാനസിക ആലോചന മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ മാനസിക ആലോചന കൊണ്ട് അവർ പോകും. എനിക്ക് ഇപ്പം ഞാൻ അച്ഛനായിട്ട് 40 കൊല്ലമായി. ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, ഈ മനുഷ്യന്മാർ പകുതി മുക്കാൽ, ഇൻക്ലൂഡിങ് പ്രീസ്റ്റ്, പകുതി മുക്കാലും മനുഷ്യർ, ഒരു 90% മനുഷ്യർ മാനുഷികമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അവിടെ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ദൈവം അതിന് സന്ദേശം നമുക്ക് കൈമാറുമോ? ഒന്നുമില്ലെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാത്ത ഒരു അപകടകാരികളുണ്ട്. വീട്ടിൽ എപ്പോഴും പ്രാർത്ഥിക്കാത്തവരുടെ ഒരു കാര്യത്തിലും അവർ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അവരുടെ ജഡമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് മുഴുവനും കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും ചതിപ്രയോഗങ്ങളും നമ്മൾ ഒളിച്ചിരിപ്പുണ്ടായ സംഭവത്തിൽ. പ്രാർത്ഥിക്കാത്തവന് സുഖമില്ല, അവന് ദൈവത്തെ വിശ്വസിക്കാത്തവന് പിന്നെ എന്താ? പിന്നെ വലിയ മാനവികതയൊക്കെ പറഞ്ഞാലും അവന് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെയും ഭയപ്പെടാത്തവന് നമ്മൾ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടാത്തവരെയും ഇപ്പം ചില വചനമില്ലേ, ഞാൻ മനുഷ്യനെ മാനിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്ന്. വചനം എടുത്ത് ലൂക്ക 18:4. കുറേ നാളത്തെ സാധു വിധവ വന്ന് ഈ മനുഷ്യർക്ക് നീതി നടത്താൻ വേണ്ടി കേണപേക്ഷിക്കുന്ന രംഗമാണ്. കുറേ നാളത്തേക്ക് അയാൾ ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബൾബ് കത്തി. ഞാൻ ദൈവത്തെ ഉണ്ട്, അതാണ് ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത്, അയാൾക്ക് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണ് വിഷയം. ശല്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി. അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് വിട്ടു പോകത്തില്ല, അതാണ് വിഷയം. എന്നെ അസഹ്യപ്പെടുത്തും. അപ്പം ഈ ദൈവം ഇല്ലാത്തവൻ്റെ ഒക്കെ അവസ്ഥ അതാണ്, മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെട്ടില്ല, പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ഗ്രൗണ്ട് എന്താ? ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ വൈ ഷുഡ് വി ഫിയർ മാൻ? അതിന് ഗ്രൗണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു മാനുഷികമായ കാഴ്ചപ്പാടെന്ന് പറയും. മാനുഷികം എന്ന് പറഞ്ഞാൽ എന്താ? കാലകാലങ്ങളായിട്ട് മതത്തിൻ്റെ ചൈതന്യങ്ങളാലും മനുഷ്യത്വത്തിന് മതം കാഴ്ചവെച്ചിട്ടുള്ള മനുഷ്യത്വത്താൽ പരിപക്വമായിട്ടുള്ള മനസ്സാക്ഷി എന്നാണ് ഈ നിരീശ്വരവാദികൾക്ക് പോലും മനുഷ്യന്മാരോട് ഒരു അഫിനിറ്റി തോന്നണത്. അത് സഞ്ചിതാവബോധത്തിൽ നിന്ന് ജനിതകമായി കൈമാറിയിട്ടുള്ള സഞ്ചിതാവബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതും ദൈവവിശ്വാസികളുടെ സംഭാവനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യമില്ല. അപ്പം പക്ഷേ ഇങ്ങനെയുള്ള വിഷയമുള്ള ആൾക്കാർ, ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ മാനിക്കാത്ത ഒരാൾ, നിങ്ങളുടെ മക്കൾ അങ്ങനെ ഒരാളായിട്ട് വളർന്നു വന്നാൽ നിങ്ങൾക്ക് അത് മതി ലോകം എപ്പോഴും സങ്കടപ്പെടാൻ. എന്താ കാര്യം? നിങ്ങൾ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിച്ചില്ല. നിങ്ങൾ ഓർക്കണം 8ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ വേദപാഠം തീർന്നില്ല എന്നാണ്. അങ്ങനെയല്ല. 10ാം ക്ലാസ്സും 13ാം ക്ലാസ്സും എല്ലാം കഴിഞ്ഞാലും ദൈവത്തെ പഠിക്കണതിന് ഇപ്പം ഞാൻ ഈ 40 കൊല്ലം അച്ഛനെന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ നല്ല വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉള്ള വീടാണ്. അപ്പം
ചെറിയ വീടാണെങ്കിലും ഈ പറഞ്ഞ ദൈവമുണ്ട് അവിടെ. കാര്യം ഞങ്ങൾ അച്ഛനും 2 പേര് ശുശ്രൂഷകരുടെ വീട്ടിൽ നിന്ന് വന്ന്, ഞാനും എൻ്റെ ചേച്ചി കന്യാസ്ത്രീ. അപ്പം എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഭവനത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഇപ്പം 40 കൊല്ലം കൂടി പൗരോഹിത്യ ജീവിതം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ പറയും ദൈവത്തിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനിരിക്കണമെന്ന്. പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ കാറ്റഗിസം 10ാം ക്ലാസ് വെച്ച് അവസാനിപ്പിക്കണത്? യു ഡോണ്ട് നീഡ് ഗോഡ്. അതല്ലേ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല. നിങ്ങളുടെ പല പരിപാടി ജഡികമായ കാര്യങ്ങൾക്ക് ദൈവത്തിനെ കൊണ്ട് നടന്നാൽ ശരിയാകാത്തത് മനസ്സിലാകുമ്പോഴാണ് ചില ആൾക്കാർ പിള്ളേരെ പോലും വേദപാഠത്തിൽ പിടിയത്തില്ല. ഏറ്റവും വലിയ ക്രൈമാണ്. ഇപ്പം തൂഫാനൊക്കെ നാട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്, അതിന് ജനത്തിൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ പിന്നോട്ട് പോകരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇത് അണ്ടേക്കൊണ്ട് വളം വെക്കണ പരിപാടിയാണ്. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ചൊട്ടക്ക് തന്നെ വളം വെക്കണം. അവരുടെ മാതാപിതാക്കന്മാരുടെ കയ്യിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത്. നിങ്ങളല്ലേ ആരെയും കെട്ടി വളർത്തുന്നത്. 3 ദിവസം 3 വയസ്സാകുമ്പോഴല്ലേ പള്ളി കൊണ്ടുവരണത്. ഉച്ചക്ക് ഉരപ്പിക്കണത് 4 വയസ്സിലല്ലേ. അതുവരെയും നിങ്ങളുടെ കൂടെയാണ് കുഞ്ഞുങ്ങളുള്ളത്. അതിന് ശേഷവും നിങ്ങളുടെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായത്തിൽ കർത്താവിൻ്റെ ചൈതന്യം അവർക്ക് കൊടുക്കുക. അത് നമുക്ക് ബാധ്യസ്ഥരാണ്. വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താമെന്നും മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേർപിരിയാതിരിക്കാമെന്നും നിങ്ങൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സഭ നിങ്ങളെ കൂതാശയിച്ച് വിവാഹിതരാക്കിയെന്ന് ഓർക്കണം. ആ ഉത്തരവാദിത്വം എടുത്തില്ലെങ്കിൽ ആ വിവാഹത്തിൻ്റെ കൃപ പോകും. അതുകൊണ്ട് വളരെ ചൈതന്യത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ദൈവത്തിന് നിരക്കുന്ന ദൈവിക ആത്മാവിനെ വിവേചിക്കാൻ മനസ്സിലാകുന്ന എത്ര വയസ്സായാലും പിന്നെയും കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് വേദപാഠം നിർത്തരുത്. ഞാനീ ഇത്രയും പ്രായത്തിലും വേദപാഠം നിർത്തിയിട്ടില്ല. എപ്പോഴും കർത്താവിനോട് ചോദിച്ചും ആലോചിച്ചും വചനം വായിച്ചും പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചാലും എത്ര ജന്മം കിട്ടിയാലും തീരത്തില്ല. അത്രയും വലിയ സബ്ജക്റ്റാണ് വേദപാഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഉടമ്പടി എടുക്കുന്നത്. അന്നേരം എനിക്ക് ഉടമ്പടി യാതൊരു വിശ്വാസവും ഇല്ല. കൃപാസന മാതാവിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. മാതാവുമായിട്ട് ഈ ഉടമ്പടിയുടെ ഒരു ആവശ്യമില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും, നമ്മുടെ അമ്മയാണ്. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പം എല്ലാവരും ഒറ്റപ്പെടുത്തി, ഞാൻ ഒറ്റയ്ക്കായി പോയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. അന്നേരം ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം എന്നും പറഞ്ഞ് ഞാനിവിടെ വന്നു. ഇവിടെ വന്നേ അന്ന് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഒരു വിശ്വാസം ഇല്ലാതെയാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് പ്രാർത്ഥനയില്ല, എല്ലാ വിശ്വാസവും പോയാണ് ഞാൻ വന്നത്. പ്രാർത്ഥന ചെല്ലാറില്ല, കൊന്ത ചെല്ലാറില്ല, പള്ളിയിൽ പോകാറില്ല, കുമ്പസാരിക്കാറില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ വന്നിട്ട് ഞാനിവിടെ വന്നു. ആദ്യം ഉടമ്പടി എടുത്തു. അവിടെ പോയി ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഒരു കാര്യം അച്ഛൻ പറയുന്ന ഒരു കാര്യവും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്ക് ഇതിൽ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തൈലം കിട്ടിക്കഴിഞ്ഞ് ഞാൻ എടുത്തപ്പം എനിക്ക് സുഗന്ധം വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ആരെങ്കിലും സ്പ്രേ അടിച്ചതായിരിക്കും. എൻ്റെ അടുത്ത് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല, കാരണം ഞാൻ അത്രയും നല്ലൊരാളല്ല, എല്ലാ പോക്കൃത്തട്ടും കാണിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഒരിക്കലും ചെല്ലാൻ പറ്റില്ല. ഒരു കൊന്ത പോലും ചെല്ലാത്ത ഞാൻ അഖണ്ഡ ജപമാല ചെല്ലാൻ തുടങ്ങി. ഒരു ദിവസം ഒരു അഖണ്ഡ ജപമാല എന്തായാലും ഞാൻ ചെല്ലിയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊന്ത കെട്ടി ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. കൊന്ത കെട്ടാൻ എനിക്കറിയത്തില്ല. യൂട്യൂബ് നോക്കി ഞാൻ മുത്തും ഇതെല്ലാം മേടിച്ച് കൊന്ത കെട്ടി പാവങ്ങൾക്കെല്ലാം കൊന്ത കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വയറ്റിലൊരു മുഴ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കൊരു വിശ്വാസത്തിന് തന്നത്. ഇത് ഞാൻ ചോദിച്ച് മേടിച്ചതാണ് എനിക്കിത്. അത് അമ്മ മാതാവിൻ്റെ എണ്ണ തേക്കുന്നത് വഴി, തൈലം തേക്കുന്നത് വഴി എന്തായാലും പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞ് അടുത്ത സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഒരു മുഴയുടെ സ്ഥാനത്തൊരു പാടുപോലും ഇല്ലായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞു അവിടെ ഒന്നും കാണാനില്ല, അപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂക്കിനൊരു വളവുണ്ടായിരുന്നു, അതിൻ്റെ ദശ വളരുന്നുണ്ട്.
അവിടെ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് അതിലെനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ഒരു മൂക്കിൽ കൂടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് പ്രാർത്ഥിച്ച് എൻ്റെ ഫ്രണ്ടും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് പ്രാർത്ഥിച്ച് പൂർണ്ണമായിട്ട് എനിക്ക് മാറി. എനിക്ക് ശ്വാസം ശരിക്കും എടുക്കാൻ പറ്റുന്നുണ്ട്. ആ അസ്വസ്ഥത മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഒരു അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ കാല് മൊത്തം വ്രണമായിട്ട് പഴുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്നെ സംബന്ധിച്ച് ഒരിക്കലും അമ്മച്ചിയുടെ കാലം ഞാൻ തൊടത്തേയില്ല. കാരണം ഒരു വീട്ടിലും പോയി അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അവിടെ ചെന്നിട്ട് ഞാൻ അമ്മച്ചിയുടെ കാല് നീട്ടി എൻ്റെ കയ്യിലിരുന്ന തൈലം ഞാൻ അമ്മച്ചിയുടെ കാലെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചി ഞങ്ങളെ നോക്കിയിരിക്കും. അമ്മച്ചി ഞങ്ങളെ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു എൻ്റെ കാല് സുഖം പ്രാപിച്ചു, ഒരു പാടുപോലും ഇല്ല അമ്മച്ചിയുടെ കാലയിൽ. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് വരുന്നോ, ഞങ്ങൾ കൊണ്ടുവന്നാൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സാക്ഷ്യത്തിൽ പറഞ്ഞോളാം, അമ്മച്ചി എവിടെ നിന്ന് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പത്രം എല്ലാം കൊടുക്കും. കുറച്ച് നേരം അമ്മച്ചിയുടെ അടുത്ത് നിന്ന് വർത്താനം പറയും. എന്നിട്ട് ഞങ്ങളിങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് കടയിൽ എനിക്കൊരു ഷോപ്പാണ്. അപ്പോൾ കടയിലൊരു ചേച്ചി വന്നിട്ട് കൃപാസന മാതാവിൻ്റെ രൂപം കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. ആ ചേച്ചി ഉടനെ പൊട്ടിക്കരഞ്ഞിട്ട് എൻ്റെ അടുത്തിട്ട് പറഞ്ഞു എനിക്ക് കൊച്ചിനോട് സംസാരിക്കണം, എനിക്ക് വേണ്ടിയിട്ട് മാതാവിനോടൊരു എൻ്റെ ഇത് വെക്കാവോ എന്ന് ചോദിച്ചു. ചേച്ചിയുടെ മകന് തെറ്റായൊരു കൂട്ടുകെട്ടിലായിരുന്നു, +2-ലാണ്. ആ കൊച്ച് പഠിക്കുന്നില്ല, ഒന്നിനും പോകുന്നില്ല, വീട്ടിലെ താമസിച്ച് ലേറ്റായിട്ടാണ് കൊച്ച് വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളായപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു. ഞാനത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. ആ കൊച്ച് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ക്ഷമയെല്ലാം പറഞ്ഞ് ആ കൊച്ചിനും ഉടമ്പടി ഇവിടെ വന്നു. അമ്മയെ കൂട്ടി വന്ന് ആ ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, കുറച്ച് കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യമായിരുന്നു എൻ്റെ കല്യാണത്തിന് നമ്മൾ ആരെ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ലല്ലോ. കാരണം ഞാൻ എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ എനിക്ക് വരുന്നവരെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം 32-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പം ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എനിക്ക് 17-ന് ഡേറ്റ് തന്നു. 17-ന് വരും ഡേറ്റ് അച്ഛനോടൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ആദ്യം 17-ന് വെക്കില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 17-ന് ഡേറ്റ് വെക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിനക്ക് ഒട്ടും വിശ്വാസമില്ല, നീ മാതാവിനോടൊരു അടയാളം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ബ്ലൂ കളറ്, മാതാവിൻ്റെ കളറായ ബ്ലൂ കളറാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഇയാൾ മതി, മാതാവ് എനിക്ക് കൊണ്ടുതന്ന, കാരണം വേറൊന്നും എനിക്ക് നോക്കണ്ട, ആളുടെ സ്വഭാവം എന്തായാലും ഞാൻ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഇയാളെ സെലക്ട് ചെയ്തു. കറക്റ്റ് എൻ്റെ എൻഗേജ്മെൻറ്റ് 17 അച്ഛൻ തന്ന ഡേറ്റിലായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ വീടുകൾ തോറും ഇറങ്ങി പത്രം കൊടുത്തുകൊണ്ടിരുന്നേ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ ആട്ടി ഓടിക്കും, തെറി വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മാതാവിന് നന്ദി പറയും, മാതാവ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തെറി കിട്ടി. അപ്പം മാതാവ് ഞങ്ങളെ ഒരു തവണ അനുഗ്രഹിച്ചു. ഓരോ തെറി കിട്ടുമ്പോഴും ഞങ്ങൾ പറയും ഞങ്ങളെ ഓരോ തവണ അനുഗ്രഹിച്ചതായിട്ട് പറയും. ഞങ്ങളുടെ കയ്യിൽ ഒരു 5 രൂപ എടുക്കാൻ കാണില്ല, ചിലപ്പോൾ 200 രൂപ കാണുള്ളൂ. ആരെങ്കിലും ഞങ്ങളോട് വഴി വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 200 രൂപ കൊടുക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന ഫുഡ് വരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതല്ലാതെ അനാഥാലയത്തിൽ ചെന്നിട്ട് അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ വർത്താനം പറയാറുണ്ട്. അവർക്ക് ഡ്രസ്സ് ഞങ്ങൾ തന്നെ തയ്ച്ചു കൊടുക്കും. പിന്നെ ക്രിസ്മസ് അങ്ങനെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി വഴിയോരത്തിരിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് അവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇവിടെ വന്ന് എനിക്കിത് പറയാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും എനിക്ക് മൈക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ വന്ന് ഇത്രയും പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 41 വാക്യങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അമല തോമസ് പാല അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ സാക്ഷ്യം പറച്ചിലിൽ മനസ്സിലായൊരു കാര്യം എന്ന് പറയുക, നേരിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് ഉടമ്പടി എന്നുള്ളൊരു ചിന്ത ഈ മകളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ കടന്നു വന്നൊരു പ്രതിസന്ധി, എന്നാൽ അത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് അത് ക്രമപ്പെടുത്തിയപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം രോഗസൗഖ്യം തന്നെയാണെങ്കിലും, വയറ്റിലുണ്ടായ മുഴയാണെങ്കിലും, മൂക്കിൽ ദശ വളരുന്നതും അത് മറ്റു ഓപ്പറേഷനോ മരുന്നുകളുടെയോ സഹായമില്ലാതെ കണ്ട് ഉടമ്പടി നിറച്ച വസ്തുക്കളോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം അധികം ആൾക്ക് പൂർണ്ണമായിട്ട് സുഖമാകുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ തൻ്റെ വിവാഹവും
അതിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അവിടെയും സംശയത്തോടു കൂടിയാണ് കടന്നു പോകുക. 17 എന്ന സംഖ്യ മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ എന്നുള്ള ചിന്തയോടെ കടന്നു പോകുന്നത്. എന്നാൽ ഈ മകളുടെ പരിശുദ്ധ അമ്മയോടുള്ള ചേർന്ന് നിൽക്കൽ, മാതാവിൻ്റെ ഒരു അടയാളം എന്നെ കാണാൻ വരുന്ന ജീവിത പങ്കാളിക്കുണ്ടാകണമെന്നുള്ളൊരു സൂചനയും പരിശുദ്ധ അമ്മ തൻ്റെ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുവാനായിട്ട് അത് കാട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ വിവാഹം നടന്നത് തന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെയായിരുന്നു. പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിലാണ് ഈ മകളുടെ ജീവിതമെന്ന് നമുക്ക് ഈ മകളുടെ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ മകളുടെ ശുശ്രൂഷ ജീവിതമാണെങ്കിലും ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അറപ്പ് കാട്ടിയെങ്കിലും എന്നാൽ അത് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും തൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഒരു അമ്മയുടെ കാല് തേച്ചു കൊടുക്കുകയും ആ അമ്മയ്ക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാകട്ടെ എന്നും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഈ മകൾ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും ആവശ്യങ്ങളും എല്ലാവിധമായ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് മാറാൻ നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് നിനുമോൾ ജേക്കബ്. ഞാൻ വെള്ളികുളം ഇടവകയിൽ നിന്ന് വരുന്നു. പാലാരൂപതയിലാണ്. ഞാനിപ്പോൾ ലണ്ടനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2017 പാസ് ഔട്ട് ആയതിനു ശേഷം ഒരു 3 വർഷത്തോളം പുറത്തേക്ക് പോകുന്നതിനായിട്ട് OET പോലത്തുള്ള എക്സാമുകൾ എഴുതിയെങ്കിലും എനിക്ക് അതിൽ റിക്വയർഡ് സ്കോറൊന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ 2023 എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വരികയും പരിശുദ്ധ അമ്മേനെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ 29/1/2023 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലണ്ടനിൽ നിന്നും ഡയറക്റ്റ് ഒരു ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ട് എനിക്ക് ജോലി ലഭിച്ചു. ആ ജോലി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ലണ്ടനിൽ താമസിക്കാമെന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയിലേറെ നമുക്കൊരു ഹോം റെൻറ്റ് വരുന്ന സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും തൈലവും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കവിടെ 6 മാസത്തോളം ഫ്രീ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ലഭിച്ചു. അതും ബ്രാൻഡ് ന്യൂ ആയിട്ട് ഒരു ന്യൂലി ഫേർണിഷ്ഡ് ഹോമിൽ. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. അതിനുശേഷം അവിടെ നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു ലൈസൻസ് എക്സാം ആവശ്യമായിട്ടുണ്ട്. അതിന് നമുക്കൊരു പിൻ റിക്വയർഡ് ആണ്. അതിന് OSCE എന്നാണ് പറയുന്നത്. 2 എക്സാം ഉണ്ട്, CBT ആൻഡ് OSCE. ബോത്ത് എക്സാംസ് എന്ന് പറയുന്നത് എനിക്കറിയാം, നേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത് ഏറ്റവും ടഫാണ്. അത് ഓൾമോസ്റ്റ് ഒരു 10 സ്റ്റേഷൻസോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം വെച്ചിട്ടും അതുപോലൊക്കെ ഉപ്പും തൈലവും ഒക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ മുട്ടുകുത്തി കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി. അങ്ങനെ ഞാൻ ആ 10 സ്റ്റേഷൻസും വെരി ഫസ്റ്റ് ടൈം ഞാൻ ക്ലിയർ ചെയ്തു. സാധാരണ ആൾക്കാർക്കൊക്കെ അതിങ്ങനെ റിപ്പീറ്റഡായിട്ട് ഒത്തിരി തവണ വരാറുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം എൻ്റെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു 10 വർഷത്തിലേറെയായിട്ട് പോപ്കോൺ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതായത് തൊണ്ടയിൽ പോപ്കോൺ പോലെ ഇങ്ങനെ ഒരു ബൾജ് പോലെ ഇങ്ങനെ ഉണ്ടായി വരും. അത് പോയതിന് ശേഷം അവിടെ ഇങ്ങനെ ഒരു ഹോള് പോലെ കാണപ്പെടും. അപ്പോൾ അതിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കുവാനൊന്നും അങ്ങനെ സാധിച്ചിരുന്നില്ല. ഈവൻ ദോ വെള്ളം കുടിക്കുമ്പോൾ പോലും ചെറിയ രീതിയിൽ പെയിൻ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അത്ഭുതകരമായിട്ട് എനിക്കതിൽ നിന്നും രോഗശാന്തി ലഭിച്ചു. അതുപോലൊക്കെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു 6 മാസത്തോളം എല്ലാ ഞായറാഴ്ചകളിലും ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഞാനും എൻ്റെ പപ്പയും കൂടെ ഞങ്ങൾ എല്ലാ സൺഡേസിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ രോഗികളെ പോയി സന്ദർശിച്ച് അവർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലൊക്കെ തന്നെ അവിടെയാണെങ്കിലും ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ, അതുപോലൊക്കെ കൃപാസനം ഇവൻറ്റും അവിടെ ബ്രിട്ടീഷ് ആയിട്ടുള്ള സിറ്റിസൻസാണ്. അവർക്ക് വലിയ ദൈവവിശ്വാസവും അങ്ങനെ മരീഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് എൻ്റെ അടുത്തൊരു 1 കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട് പള്ളിയിൽ പോകാനായിട്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാ ദിവസവും തന്നെയും ചില സമയത്ത് ബസ്സൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റ്, തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഞാൻ രാവിലെ എണീറ്റ് 1 കിലോമീറ്ററോളം നടന്ന് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതൊരു ഇംഗ്ലീഷ് ചർച്ചാണ്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ മിനിസ്ട്രിയിൽ ഒത്തിരി ബ്രിട്ടീഷ് ലേഡീസ് ഉണ്ടാവും. അപ്പോൾ അവരോട് ഇങ്ങനെ ഇവിടെ ഒരു കൃപാസനമുണ്ടെന്നും ഇവിടെ കൃപാസന മാതാവുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ അവരെ ഇങ്ങനെ കാട്ടിക്കൊടുക്കും. അതുപോലെ അവർക്കും അങ്ങനെ ഉടമ്പടി എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അനേകരോട് ഞാനിങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരിലേക്കും ഉടമ്പടി എടുക്കുന്നതിനും പരിശുദ്ധ അമ്മ എന്താണെന്നുള്ളതും കൃപാസനം എന്താണെന്നുള്ളതുമെല്ലാം ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ഒരുപാട് നന്ദി പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നീനുമോൾ ജേക്കബ് പാല തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി ജീവിതത്തോട് ചേർന്നുകൊണ്ടും തൻ്റെ ജീവിതത്തെ പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടും ഉള്ള ജീവിതമാണ് ഈ മകളുടേത്. ലണ്ടനിൽ നല്ലൊരു സാലറി കൂടി ജോലി ലഭിക്കുകയും എന്നാൽ അതിനു മുമ്പായിട്ട് 6 മാസത്തോളം അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് കുറേയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 6 മാസത്തോളം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുവാനും തുടർന്ന് ജോലിയിൽ പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും 10 വർഷത്തോളം ഈ രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നടക്കുകയും എന്നാൽ അത് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്നുകൊണ്ടും പൂർണ്ണമായിട്ടും ആ ഒരു തൊണ്ടയിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ അത് മാറ്റിയെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധ അമ്മയിലൂടെയുള്ള ആശ്രയം തന്നെയാണ്. പരിശുദ്ധ അതുപോലെ തന്നെ അവിടെയൊക്കെ ലൈസൻസ് ലഭിക്കേണ്ട 2 എക്സാം കൂടി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് സക്സസ്ഫുള്ളായിട്ട് പാസ്സാകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ഈ ജീവിതം തന്നെയാണ്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തികളായിട്ടും കാരുണ്യപ്രവൃത്തികളായിട്ടും ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചുമൊക്കെ ചുറ്റുമുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് അനുഭവിച്ച ദൈവിക അനുഭവത്തിൻ്റെ പ്രചോദനത്തിൽ നിന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മയെ അറിയുവാനും പരിശുദ്ധ മേഖലയിലേക്ക് പറഞ്ഞു കൊടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് ഉടമ്പടി ജീവിതത്തോടുള്ള ചേർന്നുള്ള ജീവിതം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നന്ദിയോടെ നമുക്ക് ഈ മകളെ ഓർക്കാം. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ മകളെയും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാവിധമായ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.